വാസ്തവത്തിൽ ഈ രണ്ടും നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്, അപ്പനും മകനും. എനിക്കാണെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ അപ്പൻ ഇങ്ങനെ എന്നെ വർത്തമാനമാണ് പറഞ്ഞത്. എന്തായാലും ശരി, മെത്രാന്മാരെല്ലാം ഊളകളാണെന്നും അല്ലെങ്കിൽ അവർക്ക് തലയ്ക്ക് സ്ഥിരമില്ലെന്നൊക്കെ പറഞ്ഞ് ഇവരാരാന്ന് പഠിച്ചിട്ടാണോ ഈ പറയുന്നത്? ഇവിടെ കേരളത്തിലെ ഒരു മെത്താനോ ഇല്ല, ഒരു ഉന്നത വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളോ അല്ലെങ്കിൽ ഏതെങ്കിലും പെട്ടെന്ന് പിടിച്ച് മെത്താനാക്കി ഒരു മെത്താനെ ആക്കുന്നത് എങ്ങനെ? ഇന്ത്യയിലെ സെലക്റ്റീവായിട്ടാണ്. ഉന്നതമായ വിദ്യാഭ്യാസം നൽകി PhD ഒക്കെ എടുത്ത് വന്നിട്ട് പിന്നെ അവിടെ പ്രാക്ടീസിൽ നിന്നാണ് അവർ പിന്നെ അവരുടെ ജീവിത വിശുദ്ധിയൊക്കെ നോക്കിയാണ് സെലക്ട് ചെയ്ത് വെക്കുന്നത്. അവരൊക്കെ ഊളകളാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ വേദന ഉണ്ടാതിരിക്കുന്നത് എങ്ങനെയാണ്? കാര്യം എനിക്ക് മാപ്പൊക്കെ പറഞ്ഞാലും അതൊക്കെ മാപ്പാവില്ല. മാപ്പ് പറഞ്ഞ രീതി എന്താ? കേട്ടില്ലങ്ങ് ധരിച്ചാൽ മതി എന്നൊക്കെ. ഇത് അഹങ്കാരമല്ല ഇത്. മറ്റൊരു മകൻ എന്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താ? രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചിരിക്കും. അതായത് ഈ ദീപിക ദിനപത്രത്തിനെതിരായി, പിന്നെ സഭയ്ക്കെതിരായി. സഭ ഞങ്ങളുടെ കൂടെ ഇല്ല എങ്കിൽ പിന്നെ ഞങ്ങൾക്കും സഭയെ വേണ്ട എന്ന് പറയുമ്പോൾ സഭ എന്നാന്ന് മനസ്സിലാക്കാഞ്ഞിട്ടല്ലേ? എത്രയോ നൂറ്റാണ്ട് ചരിത്രമുള്ള ഈ സഭ, 2000 പഴക്കമുള്ള സഭയ്ക്ക് ഇപ്പോൾ ആരെങ്കിലും വേണം അല്ലെങ്കിൽ വേണ്ട എന്ന് നിശ്ചയിക്കുന്നതൊക്കെയാണോ സഭ മുമ്പോട്ട് പോകുന്നത്? അതുപോലെ സഭയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പ്രത്യേകിച്ച് ആരുടെ ആനുകൂല്യം പ്രതിസന്ധിയിലുണ്ടായപ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയതാരാ? ആരാണ് ഈ പ്രതിസന്ധി ഉണ്ടാക്കിയത്? കന്യാസ്ത്രീ ആരാ പ്രതിസന്ധി ഉണ്ടാക്കിയത്? പ്രതിസന്ധി ഉണ്ടാക്കിയവർ തന്നെ മുൻകൂട്ടി ചെന്നുകൊണ്ട് ആ പ്രതിസന്ധിയിൽ അവർ ഈ മതപരിവർത്തന നിരോധന നിയമം കൊണ്ട് അല്ലെങ്കിൽ ആ കുട്ടികളെ കടത്തുന്നൊക്കെ പറഞ്ഞ നിയമം കൊണ്ട് ഇത് ആരും ഉണ്ടാക്കി വെച്ച നിയമം അത് ഇന്നും അവിടെ കണ്ട് നടക്കുന്നത് എന്താണ്? അവിടെ ഈ നിരോധന നിയമത്തെ എന്ത് ഭയങ്കരമായി ദുർവ്യാഖ്യാനം ചെയ്തിട്ട് മനുഷ്യ സ്വാതന്ത്ര്യമുള്ള അവിടെ ഒരു വൈദികൻ ലോകിയിട്ടല്ലേ ചെല്ലാൻ പറ്റുമോ? സന്യാസിനിക്ക് അവരുടെ ഔദ്യോഗിക വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ? ആ തരത്തിൽ അങ്ങോട്ട് മതപരിവർത്തന നിരോധന നിയമം കൊണ്ട് അതിഭയങ്കരമായി എക്സൈറിറ്റി എന്ത് ഉപദ്രവ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും പ്രതിസന്ധിയില്ല. അവിടെ ആരാന്നിട്ട് കൂടെ നിൽക്കുന്നത്? ഇപ്പം ഈ FCRA നിയമം കൊണ്ട് വന്നിരിക്കുന്നത് എന്തിനാ? അതൊരു ഭീഷണിയല്ലേ വാസ്തവത്തിൽ? ഇത് ഞങ്ങളുടെ കൂടെ നിന്നില്ല എങ്കിൽ നിങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളും ഏറ്റെടുക്കുമെന്ന്. സഭ അങ്ങനെ പേടിക്കുന്നൊന്നുമില്ല. ഭയപ്പെട്ട ഒരു സംവിധാനമല്ല സഭ. അങ്ങനെ ഭയപ്പെടാൻ പറ്റുകയില്ല. കാരണം അതിനപ്പുറത്തേക്ക് ഒരു ഡയമെൻഷനുള്ള സഭയായത്, ഇത് ക്രിസ്തുവിൻ്റെ സഭയായത്. അതുപോലെ തന്നെ സഭ എന്ന് പറയുന്ന ആളാണ്. ആരാ ഇവിടുത്തെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം, 2.5% ഉള്ളൂ ഇവിടെ. ഇവരില്ല എങ്കിൽ ആരാ ഇവിടെ സംരക്ഷിക്കുന്നത്? ആരാത് എന്നൊക്കെ ചോദിക്കും. എന്തൊരു ചോദ്യമായത്? ക്രിസ്ത്യാനിയെ താങ്ങി നിർത്തുന്നത് ഈ പാർട്ടിയൊന്നുമല്ല. ക്രിസ്ത്യാനിയെ താങ്ങി നിർത്തുന്നത് ക്രിസ്തുവാണ്. പിന്നെ നമ്മുടെ രാജ്യത്തിന് ജനാധിപത്യ സംവിധാനമുള്ള ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. അല്ല ഇവിടെ ഒരു പ്രത്യേക സമൂഹമൊന്നും താങ്ങി നിർത്തുന്നില്ല. ഒരു സമൂഹത്തെ താങ്ങി നിർത്താൻ പറ്റില്ല. അതുപോലെ തന്നെ ഷോൺ ജോർജ് പറഞ്ഞു, ഞാൻ DBയുടെ MD ആയിരുന്ന ആളാണ്. DBയൊന്നും ആൾക്ക് അനാശാസ്യമായിട്ട് അല്ലെങ്കിൽ ഒരു അഭിഹിതമായ രീതിയിലൊന്നും സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമല്ലത്. DB ആരുടെ മുമ്പ് കുനിയേണ്ട ഒരു കാര്യമില്ല. കാരണം അതിനകത്ത് ആരുടെയും പണം മേടിച്ചിട്ടല്ല DB നടക്കുന്നത്. DB നടക്കുന്ന വിശ്വാസികളുടെ പണം കൊണ്ടാണ് നടക്കുന്നത്.